അപ്പോൾ രഞ്ജിനി മാത ഇന്നലെ കൊണ്ടുപോയ ഇൻഫിനിറ്റി പെൻഡൻറ്റ് ഇന്ന് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പെൻഡൻറ്റ് ആർക്കൊക്കെ കിട്ടി, ആരൊക്കെയാണ് എലിമിനേറ്റ് ആയത് എന്നുള്ള വിഷയങ്ങളൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എലിമിനേഷനെ കുറിച്ച് ചർച്ച ചെയ്യാം. എലിമിനേഷനിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇന്ന് പൂജയാണ്. പൂജ ഒരിക്കലും എലിമിനേറ്റ് ആവേണ്ട ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പൂജയുടെ ആങ്കർ പ്ലേസ്മെന്റ് എല്ലാം അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലേസസിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പൂജ ഇന്ന് എലിമിനേറ്റ് ആയതെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം ഇൻജസ്റ്റിസ് ചോദ്യം ചെയ്തുകൊണ്ടാണ് പൂജ അഗ്നിപരീക്ഷയിൽ ഒരു ഹൈലൈറ്റ് ആവുന്നത്. പക്ഷേ അതും ഒരു അൺവാണ്ടഡ് പ്ലേസ്മെന്റ് ആയിരുന്നു. കാരണം തലേ ദിവസം ചോദ്യം ചോദിക്കുന്ന സമയത്ത് അവർ ചോദിക്കണമായിരുന്നു, അല്ലെങ്കിൽ പറയണമായിരുന്നു ഇങ്ങനൊരു സംഭവം. അതുകൊണ്ട് തന്നെ മറ്റേ പൂജയ്ക്ക് ആ സമയത്ത് ഒരു ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അവർ കൊടുക്കാൻ മേ ബി തയ്യാറാവില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞ് ആ പൂജ ടാസ്കും കളിച്ച് അകത്തിരിക്കുന്ന സമയത്ത് അത് ഇൻജസ്റ്റിസ് ആണെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം വന്നുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പം തൊട്ട് ഈ പൂജ പ്ലേസ് ചെയ്യുന്ന എല്ലാ ആങ്കറും വേറെ വേറെ അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലേസസിലായിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ നടക്കുന്ന ടാസ്കിൽ ഏറ്റവും അവസാനം ഒരുപാട് പേര് ഇത് തെറ്റാണെന്നും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് ആ സ്റ്റേജ് മൊത്തത്തിൽ വിളിച്ച് ഊവിയിരുന്നു. പക്ഷേ ജഡ്ജ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുകയും മിണ്ടാതിരിക്കാൻ പറയുകയും ചെയ്തത് പൂജയോടാണ്. അതെന്തുകൊണ്ടാണ്? പൂജ എക്സ്പോസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. ഒരു ആങ്കർ മിസ്പ്ലേസ്മെന്റ് ആണ് പൂജ ഇപ്പോഴും കൊടുത്തിട്ടുള്ളത് ജഡ്ജസിന്. അതുകൊണ്ട് തന്നെ പൂജ അവിടെ ഒരു മിസ്റ്റേക്ക് ചെയ്തതായിട്ട് ഫീൽ ചെയ്യുകയും പൂജ ചീത്ത പറയുകയും ചെയ്തു. ആക്ച്വലി അത് പൂജ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്, അവരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തതെന്നൊക്കെ. അവസാനം ഇതെല്ലാം കാരണം പൂജ എലിമിനേറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇൻഫിനിറ്റി പെൻഡൻ്റെ കാര്യത്തിലേക്ക് വരാം. സിംഗിൾ യൂസുള്ള ഒരു സാധനത്തിന് ഒരിക്കലും നമ്മൾ ഇൻഫിനിറ്റി പെൻഡൻ്റ് എന്ന് പറയില്ല. എന്തിനാണ് ഈ പേര് അതിലിട്ടതെന്ന് പോലും എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് വേണം പറയാൻ. ഇന്ന് പൊങ്ങി വന്ന ഈ ഇൻഫിനിറ്റി പെൻഡൻ്റ് നാളത്തെ ഉപയോഗത്തോടു കൂടി ഡിസ്പോസ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ വലിയൊരു ഡ്രമാറ്റിക്കായി ആ കുട്ടികളുടെ കയ്യിൽ നിന്നും ആ സാധനം പിടിച്ചു വാങ്ങുമ്പോൾ അവരുടെ തെറ്റുകൊണ്ട് മാത്രം അത് നഷ്ടപ്പെട്ടതാണെന്നുള്ളൊരു ഫീൽ അവർക്ക് കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ ഇവരുടെ ഡിസിഷൻ കഴിഞ്ഞതിന് ശേഷം ഈ പെൻഡൻ്റ് എല്ലാം ഇവരുടെ കഴുത്തിൽ തന്നെ കാണുമോ എന്ന് എനിക്ക് നോക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിതിന് കൺഫർമേഷൻ പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇന്ന് 4 പേർക്കാണ് ഇൻഫിനിറ്റി പെൻഡൻ്റ് കിട്ടിയത്. അത് ആർക്കൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഷിജുലാലാണ്, രണ്ടാമത്തെ ആള് ഷിൻജിത് ബാബു ആണ്, മൂന്നാമത്തെ ആള് പ്രവീൺ മോഹനാണ്, നാലാമത്തെ ആള് രചന എസ്. ഈ 4 പേർക്കാണ് ഇന്ന് ഇൻഫിനിറ്റി പെൻഡൻ്റ് കിട്ടിയത്. സോ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.